അതെ. അപ്പൊ ഇതിലും ശരിക്കും ഗേൾസിന്റെ ഉറക്കം കിടത്തുന്ന ഒരാളാണ്. ഒരു ക്ലൂം കൂടെ തരാം. കൊതുകാണ്. ഒരു മാസം എൻട്രി ആയിരുന്നില്ല, പക്ഷെ ഞങ്ങൾ താടി പ്രതീക്ഷ. താടി ഇവിടെ പോയി. താടി ഞാൻ കളഞ്ഞു. എന്ത് പറ്റി? എവിടെ കളഞ്ഞു? ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെയാണ് പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ വിശേഷല്ലേ അങ്ങ് കുഞ്ഞു എത്തുന്നില്ല. ഷിയാസിന്റെ പാന്റും അല്ല. ഞാനും ലോക്ക്ഡൌണിന് മസലടിച്ച് കയറ്റി ഇവിടെ വെച്ചേക്ക. ഇനി സമയം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ കുറച്ചുകൂടി ചെറുതായിരുന്നു. അപ്പൊ ഞാൻ എന്ന് വെച്ചാ കുട്ടനാടൻ ബ്ലോഗ് 86 റിലീസായി. ഒരു കുട്ടനോടല്ലേ ബുദ്ധിയും ലക്ഷ്മി നക്ഷത്രക്ക് പഠിക്കുവാണോ? ഒരു അത് അങ്ങനെ പറഞ്ഞിട്ട് ഇവന്റെ തല ഇവന്റെ രണ്ട് പിള്ളേരും ഭാര്യയും വഴിയാതെ ആരാണോ പോട്ടെ. ഇവിടെ ചകിരിച്ചോറ് നിറക്കണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ തമ്മിൽ ചെറിയൊരു കുട്ടനാടായിട്ട് ബന്ധമുണ്ട്, അറിയാവോ? അല്ല അറിയാവോ? ഓർത്തു നോക്കാം. പ്രേക്ഷകർക്ക് കൂടെ നമ്മളെ ഈ പ്രോഗ്രാം പ്രേക്ഷകർക്ക് കൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കോ, ഒരു 2 സെക്കൻഡുകൾ ഓർത്ത് നോക്കോ. ഇല്ല, ഓർമ്മയില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞില്ല, ഞാനും കല്യാണം കഴിഞ്ഞില്ല. ഈ ഡ്രസ്സിങ്ങിനൊക്കെ ഉത്തരവാദി ശരിക്കും ഉണ്ണിയാണ്. ഉണ്ണി വന്നുകൊണ്ട് മാത്രം. എന്റെ പൊന്നെ, നൈറ്റ് ഇട്ടുകൊണ്ട് വന്ന് വെച്ചാൽ പാറമടയിൽ മിറ്റിലടക്കണവര് ഇവിടെ ഗെയിം കളിച്ചിട്ട് പോണ പെണ്ണുങ്ങളാ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കണേ. ക്യാരവാൻ കിടക്കുന്നു. അപ്പൊ ഞാൻ ചെന്നു, ഉണ്ണി അതിനകത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവമേ എങ്ങനെയാ കേറുന്നേ, നമ്മൾ ഒരു പരിചയമില്ല, സ്റ്റെപ്പില്ലായിരുന്നു. ഒരു ദിവസത്തെ ഡെയിലി റുട്ടീൻ എങ്ങനെയാ? റൊട്ടിയല്ല, റുട്ടീൻ. ഞാൻ വിചാരിച്ചു ഒരു ദിവസം എങ്ങനെ അനു പല്ല് കേൾക്കാത്ത വാ വെച്ച 2 തെറി പറടി അവനെ. ഈ സാധനം കാണിച്ചിട്ടേ ആ റൗഡി ബേബി കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രഭുദേവി ഇട്ട പോലത്തെ ഒരു എക്സ്പ്രഷൻ പുള്ളിക്കാരൻ ഉണ്ണി ബേബിനെ നോക്കിയിട്ട് എടാ